ഈ വെള്ളാപ്പള്ളി നടേശൻ സാറിന് ശ്വാസം മുട്ടുന്നു, മലപ്പുറം കണ്ടിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. എന്തൊരു മലപ്പുറം, എല്ലാം ഈ സംസ്ഥാനത്തെ മൊത്തം ഒരു സമുദായവും ഒരു ജില്ലയും ഒക്കെ അങ്ങ് അടിച്ച് മറിച്ച് കുഴച്ച് ചുരുട്ടി ഉരുട്ടി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ബഹളം. ഈ മലപ്പുറത്തിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വലിയ പ്രശ്നമാണ്. മലപ്പുറത്തേക്ക് നോക്കി ആന പാലക്കാട് ചരിഞ്ഞ് കിടന്നപ്പോൾ വലിയ വിഷയമായി. പിന്നെ അത് കഴിഞ്ഞ് മലപ്പുറവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്ത് സംഗതികളും, അവിടുത്തെ പ്രസവം കൂടിയാൽ പ്രശ്നം, മരണം കൂടിയാൽ പ്രശ്നം, അവിടുത്തെ സെപ്റ്റേജ് ടാങ്കുകൾ നിറഞ്ഞാൽ പ്രശ്നം, വീട് വെച്ചാൽ പ്രശ്നം, വെച്ചില്ലെങ്കിൽ പ്രശ്നം എന്ന് വേണ്ട എന്തിനും മലപ്പുറം ഒരു സംഗതിയാണ്. സ്വർണ്ണക്കൊള്ളക്കടത്ത് നടക്കുന്നത് കോഴിക്കോട് എയർപോർട്ടിലാണെങ്കിലും പേര് മലപ്പുറത്തിനാണ് കൊടുക്കുന്നത്. മലപ്പുറത്തുകാരാണെങ്കിൽ സ്കൂളില്ലാത്തതിനും ഈ അടുത്ത സമയത്ത് ആശുപത്രി ഇല്ലാത്തതിനും കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിൽ നമ്മുടെ ആരോഗ്യമന്ത്രിയും മീഡിയ വൺ ചാനലിലെ പ്രമോദ് രാമൻ്റെയൊക്കെ കൊളീഗാണ് വീണ ജോർജ്. പക്ഷെ ഇപ്പോൾ കൊളീഗെന്നൊന്നും പറയാനൊക്കത്തില്ല, ഇപ്പം ബഹുമാന്യ മന്ത്രിയാണ്. ബഹുമാന്യ മന്ത്രിയോട് ജനറൽ ആശുപത്രിക്കോ മറ്റോ 10 രൂപ വീതം എല്ലാ ബഡ്ജറ്റിലും വെക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തമ്മിലുള്ള സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് നമ്മുടെ വീണ മാഡം തിരിച്ചടിച്ചതും അവർ തമ്മിൽ എന്തോ മറുപടി പറച്ചിലൊക്കെ നടക്കുന്നതാണ്. ഇതിനിടയിൽ നമ്മുടെ ഗണേഷ് കുമാർ സാറിൻ്റെ വകുപ്പാണല്ലോ ട്രാൻസ്പോർട്ട് വകുപ്പ്. ഈ ട്രാൻസ്പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിവരാവകാശത്തിൻ്റെ മറുപടി സംഗതി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സംഗതി വേറൊന്നുമല്ല, വിവരാവകാശത്തിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ: ദ ലിസ്റ്റ് കണ്ടെയ്നിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഡിപ്പോ വൈസ് അലോക്കേഷൻ ഓഫ് ന്യൂലി പർച്ചേസ്ഡ് ബസ്സസ് ഫ്രം 29/12/2023, അതായത് 2023 ഡിസംബർ 29 മുതൽ പുതിയതായി വാങ്ങിയ ഈ ബസ്സുകൾ എങ്ങനെയാണ് വിതരണം നടത്തിയത്, അതിൻ്റെ അലോക്കേഷൻ എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചത്. സാധാരണ അലോക്കേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ സഞ്ചരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരുപാട് പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് പൊതുവിൽ. അപ്പോൾ അതിൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ ജില്ലാ വൈസ് കണക്ക് കിട്ടി. നിങ്ങൾ മറക്കരുത്, ഗണേഷ് കുമാർ സാറാണ് മന്ത്രി. പത്തനാപുരത്തെ ആളുകൾക്കൊക്കെ ഗണേഷ് കുമാർ സാറെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നേർച്ചയും ദിക്കറും സലാത്തും എല്ലാം അദ്ദേഹത്തിലാണ്. അദ്ദേഹം കൂടെ ഉള്ള സാന്നിധ്യത്തിലേ ചെയ്യാവൂ അല്ലെങ്കിൽ അങ്ങനെ ചടങ്ങ് നടത്താവൂ എന്നൊക്കെ വലിയ ആചാര ബഹുമതികളോടെ സ്നേഹിക്കുന്ന ആളുമൊക്കെയാണ്. തിരുവനന്തപുരം 127 ബസ്, അതിൻ്റെ ഡിപ്പോകൾ പറഞ്ഞിട്ടുണ്ട്. സെൻട്രലിൽ 47, സിറ്റിയിൽ 29, പേരൂർക്കട 16, പാപ്പനംകോട് 10, കാട്ടാക്കട 6, വിഴിഞ്ഞം 5, നെടുമങ്ങാട് 3, വികാസ് ഭവൻ 3, നെയ്യാറ്റിൻകര 2, പാലോട് 2, ആര്യനാട് 1, വെള്ളറട 1, വെഞ്ഞാറമ്മൂട് 1, ആറ്റിങ്ങൽ 1. കൊല്ലത്ത് 56, പത്തനാപുരം 25, കൊട്ടാരക്കര 19, പുനലൂർ 6, കൊല്ലം 2, ചടയമംഗലം 1, ചാത്തന്നൂർ 1, കുളത്തൂപ്പുഴ 1, ആര്യങ്കാവ് 1. എറണാകുളത്ത് 26, പാലക്കാട് 20, വയനാട് 12, ഇടുക്കിയിൽ 11, കുമളിക്ക് 4, നെടുങ്കണ്ടത്ത് 3, കട്ടപ്പനയ്ക്ക് 2, മൂന്നാറിന് 2. കണ്ണൂരിൽ 12, കോട്ടയത്ത് 12, കോഴിക്കോട് 15, തൃശ്ശൂരിൽ 9, പത്തനംതിട്ടയിൽ 9, കാസർഗോഡ് 6, ആലപ്പുഴയിൽ 4. മലപ്പുറം ജില്ലയ്ക്ക് കൊടുത്തത് 7 എണ്ണമാണ് കൊടുത്തത്. ജനസംഖ്യാനുപാതികമായി കൂട്ടിയാൽ കേരളത്തിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള സൗകര്യവും ബാക്കിയുള്ളതുമൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലവും കൂടാണ്. പക്ഷേ അവിടെ കൊടുത്തത് 7 ബസ്സുകളാണ്, വെറും 7 ബസ്. ഞാൻ പറഞ്ഞത് ഈ ആപേക്ഷികമല്ലാതെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള പരിഗണന വെച്ച് ഈ മലപ്പുറം ജില്ലയ്ക്ക് വല്ലാണ്ട് കൊള്ളാണ്ട് ഒത്തിരി അങ്ങ് വാരി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൊട്ടാരക്കരയ്ക്ക് കൊടുത്തതിൻ്റെ അത്രയും പോലും അതിൻ്റെ പകുതി പോലും ഒരു ജില്ലയ്ക്ക് മൊത്തം കൊടുത്തില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് മലപ്പുറത്തിൻ്റെ കഥ. 19, 20 ഓരോ ചെറിയ ടൗൺഷിപ്പുകൾക്ക് കൊടുക്കുമ്പോഴും മലപ്പുറം ജില്ലയ്ക്ക് ആകെ കൊടുത്തത് 7 ബസ്സാണ്. എന്നാലോചിച്ച് നോക്കും. കാസർഗോഡിന് 4. പിന്നെ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ജനസംഖ്യ കുറവാണ്, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ പറയാം. പക്ഷേ ഏറ്റവും കൂടുതൽ മൊബിലിറ്റിയുള്ള ജില്ലകളിലൊന്നായ മലപ്പുറത്തിന് കൊടുത്തത് വെറും 7 ബസ് മാത്രം. എന്നിട്ടും
വെള്ളാപ്പള്ളി സാറിന് വീർപ്പ് മുട്ടുന്നു. എന്താ കഥ?